ഇവിടെ ആളാ ലൈവ് കൊടുക്കണ്ടേ? ഹരിപ്പാട് ഹോസ്പിറ്റലിൽ ഒരു ലൈവ് കൊടുക്കുന്നു. ഹരിപ്പാട് അതിൻ്റെ ക്യാപ്ഷൻ കൊടുക്കണ്ടേ? ഇതാ ശരി പറയണ്ട വെള്ളം കുടിക്കാതെ പറ്റില്ലേ? ചേട്ടനിപ്പോൾ ഞങ്ങളൊന്നും ഉണ്ടല്ലോ പുറത്ത് തിരിച്ചു പോയി എല്ലാവരും പോയല്ലോ കുടിക്കാതെ എന്തെങ്കിലും കൊടുക്കാനുള്ള കുടിക്കുന്നത് കുട്ടികളോട് ചെറിയ കുട്ടികളെ വരെ ഫോണുണ്ടായിരുന്നു ഇപ്പൊ കാണാം നിയമപരമായ കാര്യങ്ങൾ അവർ തരാതിരുന്നു പറഞ്ഞു. പക്ഷേ കാര്യങ്ങൾ നടക്കുന്നു.
Yes. സംസാരിക്കട്ടെ. ഈ തെരഞ്ഞെടുപ്പ് ദിവസം വൈകിട്ട് തന്നെ ശ്രീമതി രാജിയുടെ വീട് ഞാനും അതുപോലെ തന്നെ സംഘത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളും ചേർന്ന് സന്ദർശിച്ചിട്ടുണ്ട്. അന്ന് തന്നെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ളൊരു നീക്കമുണ്ടാകും എന്ന് കലക്ടറെ വിളിച്ച് ഞാൻ അറിയിച്ചതാണ്. പോലീസ് അധികാരികൾക്ക് നിർദ്ദേശം കൊടുക്കണമെന്നും ഒരു സംഘർഷാവസ്ഥ, കാരണം നമ്മുടെ ഭാഗത്ത് നിന്ന് യാതൊരു തരത്തിലുള്ള നീക്കങ്ങളും ഉണ്ടായിരുന്നില്ല. നമ്മുടെ രാവിലെ തെരഞ്ഞെടുപ്പ് ദിവസം രാവിലെ തന്നെ ഞാൻ വോട്ട് ചെയ്യാൻ വേണ്ടി പോകുന്ന ദിവസം 5:30 മണിക്ക് രാജി എന്നെ കരഞ്ഞു വിളിച്ചു എന്ന് പോലും മാധ്യമ സുഹൃത്തുക്കളോടും ഞാൻ അറിയിച്ചതാണ്. അതിനെ തുടർന്ന് പോലീസിന്റെ ഭാഗത്തു നിന്ന് യാതൊരു നടപടികളും ഉണ്ടായില്ലെന്ന് മാത്രമല്ല, കലക്ടർ തന്റെ കൃത്യം നിർവഹിക്കുന്നതിൽ പരാജയപ്പെട്ടതുകൊണ്ടാണ് ഈ കുട്ടികൾ ഉൾപ്പെടെയുള്ള, ഈ സ്ത്രീ ഉൾപ്പെടെയുള്ള എൻ്റെ സഹോദരിയെ ഉൾപ്പെടെ ക്രൂരമായിട്ട് തല്ലിച്ചതയ്ക്കാൻ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിന്റെ ഒത്താശയോടുകൂടിയിട്ടുള്ള തീരുമാനമെടുത്തത്. ഇങ്ങനെയാണ് ഇവിടുത്തെ പോലീസ് അധികാരികൾ കാര്യങ്ങൾ നീക്കുന്നതെങ്കിൽ അത് വലിയ പ്രശ്നത്തിലേക്കാണ്, വലിയ രീതിയിലുള്ള വേദനയിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന് മാത്രമാണ് ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. ആലപ്പുഴ ജില്ലയിൽ ഹരിപ്പാട് നിയോജക മണ്ഡലത്തിലെ കുമാരപുരം പഞ്ചായത്തിലാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. അധികാരികളുമായി കഴിഞ്ഞ 2-2.5 ദിവസമായിട്ട് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. ആ വിഷയത്തിന് അന്ന് പരിസമാപ്തി ഉണ്ടായിരുന്നുവെങ്കിൽ ഇത്തരമൊരു സാഹചര്യം കുമാരപുരത്ത് ആ പഞ്ചായത്തിനകത്ത് ഉണ്ടാകില്ലായിരുന്നു. सीपीएम ने अपना इलेक्शन मैनिफेस्टो जारी किया है और ये कहा कि हम पावर में आएंगे तो न्यूक्लियर वेपन्स को डिस्ट्रॉय कर देंगे। मैं सीपीएम और कांग्रेस से पूछना चाहता हूं, मैं कांग्रेस से विशेष रूप से पूछना चाहता हूं, सीपीआईएम के इस कमिटमेंट के बारे में कांग्रेस का कमेंट क्या है? भारत में पहले न्यूक्लियर टेस्ट कांग्रेस की सरकार ने इंदिरा गांधी थी तो 1974 में किया था। उसकी जरूरत इसलिए महसूस हुई थी क्योंकि हमारे बगल की कंट्री, हमारी नेबरिंग कंट्री चाइना में बराबर सक्सेसफुल न्यूक्लियर टेस्ट कर लिए गए थे। और तो और हमारे पाकिस्तान में भी अब न्यूक्लियर वेपन्स बनने का सिलसिला प्रारंभ हो गया था और 70 के डिकेड में ही पाकिस्तान ने इस पर बहुत ही साइलेंटली काम भी अपना शुरू कर दिया। बहनों भाइयों, बाद में स्वर्गीय अटल बिहारी वाजपेयी ने 5 सक्सेसफुल न्यूक्लियर टेस्ट करके भारत को एक न्यूक्लियर पावर का स्टेटस सारी दुनिया में दिलाया था। आप भारत की ताकत को ये लेफ्ट और कांग्रेस दोनों कमजोर करना चाहते हैं। आज भारत के दोनों नेबरिंग कंट्रीज के पास न्यूक्लियर वेपन्स हैं। ऐसे में भारत के न्यूक्लियर वेपन्स को डिस्ट्रॉय करने की बात करना देश की सिक्योरिटी के साथ खिलवाड़ करने से कम नहीं है। देश की सुरक्षा को कमजोर करने की मैं मानता हूं कि ये बहुत ही गहरी कॉन्स्पिरेसी है।